അപ്രതീക്ഷിത തിരിച്ചടികളാണ് വിജയ് ചിത്രം ജനനായകന് സംഭവിക്കുന്നത്. ദളപതി വിജയുടെ 33 വർഷം നീണ്ട ഐതിഹാസിക സിനിമാ ജീവിതത്തിന് വിരാമമിടുന്ന അവസാന ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ വലിയ കാത്തിരിപ്പിലായിരുന്നു ജനനായകൻ. സിനിമയിലെ സുപ്രധാന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചു. കനത്ത നഷ്ടമാണ് ഇതിലൂടെ സംഭവിച്ചത്. ഇപ്പോഴത്തെ ജനനായകൻ ബോക്സ് ഓഫീസിൽ നഷ്ടമുണ്ടാക്കിയാൽ നിർമ്മാതാക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ വിജയ് ഒരു ചിത്രം കൂടി അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മെയ് പകുതിയോടെ ജനനായകൻ തിയേറ്ററിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളുടെ നീക്കം. ചിത്രം നഷ്ടം ഉണ്ടാക്കിയാൽ ഇതേ നിർമ്മാതാവിന് വിജയ് ഡേറ്റ് നൽകി വീണ്ടും അഭിനയിച്ചേക്കും. പുതിയ സിനിമകളുടെ കഥയെക്കുറിച്ച് ആലോചിക്കാൻ വിജയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും ജനനായകൻ നിർമ്മാതാക്കൾ അടുത്തിടെ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സിനിമ നേടുന്ന കളക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്തിമ തീരുമാനം എന്ന റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമയുടെ റിലീസ് നടക്കാത്തത്. ഇതിനിടെ സിനിമ ചോർന്നതും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. 3 മണിക്കൂർ നീളമുള്ള സിനിമയുടെ പതിപ്പ് പല ഭാഗങ്ങളായി കട്ട് ചെയ്ത് ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത്. സിനിമയുടെ ഇൻട്രോയുടെ ക്ലൈമാക്സും അടക്കമുള്ള രംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സിനിമയുടെ ഈ ലീക്ക് ചെയ്ത സിനിമാ മേഖലയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. വിജയുടെ വെറും ഒരു ചിത്രം മാത്രമല്ല ജനനായകൻ, രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ്. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകൻ എന്നാണ് ഇതുവരെയുള്ള വിവരം. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരയൻ, പ്രിയാമണി, മമത ബൈജു തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ജനനായകനിൽ അണിനിരക്കുന്നുണ്ട്.